ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളായ ആൾക്കാർ ജോലി തേടി പോകാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും സഹായ ഹസ്തവുമായി ചേർന്ന ആളുകളാണ് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളൊക്കെ. ഇപ്പം ഇസ്രയേലിൽ ഇതുപോലെ ഈ രോഗികളെ പരിചരിക്കാനായിട്ട് നേഴ്സുമാരായിട്ട് അങ്ങനെയൊക്കെ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഇസ്രയേൽ മറ്റ് രാജ്യങ്ങൾക്ക് നേരെ, ഇപ്പോൾ പലസ്തീൻ, ഹമാസ്, ഹിസ്ബുള്ള ഒക്കെ ആക്രമണം നടത്തുക, ഇപ്പോൾ ഇസ്രയേലിന് നേരെ ആക്രമണം വന്നു. അപ്പോൾ ഈ മലയാളികൾക്ക് സ്വാഭാവികമായി പേടിയുണ്ടാവില്ലേ? മാത്രമല്ല അവർ കൃത്യമായ മുന്നറിയിപ്പ് അവിടുത്തെ രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ നൽകുന്നുണ്ട്, ഇതുപോലെ ആക്രമണം വരുന്നുണ്ട്, നിങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോകും. മലയാളി അതിനോട് പൊരുത്തപ്പെടുമോ, അതോ എത്രയും പെട്ടെന്ന് പേടിച്ച് നാട്ടിലേക്ക് വരാനാണോ ശ്രമിക്കുക? നമുക്ക് ഇസ്രായേലിലെ ഈ മിസൈൽ അറ്റാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മാത്രമല്ല നമുക്കും ടെൻഷനായി. അതെ, അത് ഇതുവരെ ആരും നടത്താത്ത പോലെ 200-നടുത്ത് അല്ലെങ്കിൽ 180 മിസൈൽസ് ഒരുമിച്ച് വിട്ടു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു പാനിക് സിറ്റുവേഷനുണ്ട്, ടെൻഷനുണ്ട്. പക്ഷെ അത് കേട്ടു അല്പം ടെൻഷനൊക്കെ അപ്പോൾ ഉണ്ടായി. പക്ഷേ കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രശ്നം ആരും ആലോചിച്ചിട്ടില്ല എന്നുള്ളത്. ഒരാൾക്കും ഇപ്പോൾ അവിടുത്തെ വിട്ടുപോരാനായിട്ട് താല്പര്യമില്ല. അതായത് അവർ ദെയർ യൂസ് ടു ദിസ്, അവർക്കത് നല്ല പരിചയമുണ്ടെന്നും ഒരു പുതുമയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പല പത്രങ്ങളും അവിടെയുള്ള താമസിക്കുന്ന ആൾക്കാരായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്കറിയാം ഇസ്രായേൽ നോക്കിക്കോളും. ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇടയ്ക്ക് മിസൈൽസ് വരും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് അത് ടാക്കിൾ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്നാമത്തെ. രണ്ടാമത്തെ, എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ചു, എവിടെയായാലും മനുഷ്യന് എന്തെങ്കിലുമൊക്കെ ആക്സിഡൻ്റൊക്കെ പറ്റാമല്ലോ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ഇസ്രായേൽ അതിൻ്റെ കാര്യം നോക്കിക്കോളും. അപ്പോൾ അത് നമുക്ക് പഴയ ഒരു എക്സാമ്പിളുണ്ട്. പഴയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സൗമ്യ എന്ന് പറഞ്ഞൊരു നേഴ്സ് ഉണ്ടായിരുന്നു. അതെ അതെ, സൗമ്യ എന്ന് പറഞ്ഞൊരു നേഴ്സ് പണ്ട്, അന്ന് ഹമാസിനെ ഇസ്രായേൽ ആക്രമിച്ചിട്ടില്ല, പക്ഷേ ഹമാസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ റോക്കറ്റ് വിടുന്ന ഏർപ്പാടിൽ പെട്ട് ഒരു സ്ത്രീ എന്തോ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് മരിച്ചുപോയി. സൗമ്യ എന്ന നേഴ്സിൻ്റെ പേര്. സൗമ്യ എന്ന് പറഞ്ഞ നേഴ്സ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പത്രങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ, മുഖ്യമന്ത്രി തൊട്ട് ബാക്കിയുള്ളവരൊക്കെ ഖേദം പ്രകടിപ്പിച്ചു, ഹമാസിൻ്റെ ഭീകരാക്രമണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭീകരാക്രമണം എന്ന് പറഞ്ഞുള്ളൊരു വാക്ക് ഉപയോഗിച്ച പാടെ ആൾക്കാർ എതിർക്കാൻ തുടങ്ങിയോടുകൂടി നമ്മുടെ ഒരു വിഭാഗം ആൾക്കാർ എതിർക്കാൻ. അതെ. അപ്പോൾ നമ്മുടെ എല്ലാവരും ടോപ്പ് ലീഡേഴ്സൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത്, കാരണം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പ്രത്യേകിച്ച് CPM-ൻ്റെ പല നേതാക്കളും ഫേസ്ബുക്കിൽ അത് പിൻവലിച്ചു, തിരുത്തി. അതെ അതെ. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവർ കേരളത്തിലെ ഉന്നത ആൾക്കാരൊക്കെ ഇതാണ് പെരുമാറ്റമായിരുന്നെങ്കിലും ഇസ്രായേൽ വളരെ നന്നായിട്ട് പെരുമാറിയായിരുന്നു. അതായത് ഇവരുടെ ഈ സൗമ്യയുടെ ബോഡി ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് അവിടുന്ന് ഇസ്രായേലിൻ്റെ അംബാസഡറും അവരൊക്കെ ഇവിടെ ബോഡി റിസീവ് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ നിന്ന് ആകെ BJP-യുടെ കേന്ദ്രമന്ത്രി ഉള്ള ആൾ മാത്രമേ വന്നുള്ളൂ. ബാക്കി CPM-ൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ കേരള കോൺഗ്രസിൽ നിന്നോ ആരും ആ എയർപോർട്ടിൻ്റെ പരിസരത്തേക്ക് പോയില്ല. ആർക്കെങ്കിലും ആ ദിവസം യാത്ര ഉണ്ടായിരുന്നെങ്കിൽ യാത്രയും ക്യാൻസൽ ചെയ്തേനെ, കാരണം ഈ സൗമ്യമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്നുള്ളതായിരുന്നു നമ്മുടെ നേതാക്കന്മാരുടെ. പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല, അവർ എല്ലാ രീതിയിലും അവർ ഓണർ ചെയ്തു. മാത്രമല്ല അവരുടെ ഒരു എയർഫോഴ്സ് ജെറ്റിൻ്റെ പേര് സൗമ്യ എന്നിട്ട്. അപ്പോൾ എന്തെല്ലാം, അപ്പോൾ അത് ഇതൊക്കെ കാണുന്നവരാണ് മലയാളികൾ ഇസ്രായേലിലുള്ള. അവർക്കറിയാം എന്ത് പറ്റിക്കഴിഞ്ഞാലും അതിന് പരിഹാരം ഉണ്ടാവും. മരണമൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ, പക്ഷേ എന്ത് സംഭവിച്ചാലും ഇസ്രായേലി ഗവൺമെൻറ് നോക്കിക്കോളും, അവർ ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറിക്കോളും എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ആൾക്കാർ അവിടെയുള്ളവർക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ആൾക്കാർ ഇത്രയും ധൈര്യമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അവിടെ താമസിക്കുന്നത്. പിന്നെ ഇസ്രായേലി എംബസി, ഇന്ത്യയുടെ എംബസി അവിടെയുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ദെയർ ഈസ് നോ നീഡ് ടു പാനിക്, വിഷമിക്കേണ്ട ഒന്നും ആവശ്യമില്ല. മാത്രമല്ല അവിടെ നിന്ന് സാധാരണ ഇങ്ങനെ ഏതെങ്കിലും രാജ്യത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി റീപാട്രിയേറ്റ് ചെയ്യാനായിട്ട് വേഗം ശ്രമം തുടങ്ങും. ഉള്ള പൈസയൊക്കെ വേഗം വീട്ടിലേക്ക് എത്തിച്ചിട്ട് അവിടെ നിന്നെങ്കിലും ചാടിപ്പോരാം. അപ്പോൾ തന്നെ ബാങ്ക് ടു ബാങ്ക് സ്വിഫ്റ്റ് ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വേഗം അങ്ങനെ ആരും ചെയ്യുന്നില്ല. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആരും ഇപ്പോൾ ഈ മണി റിപ്പാട്രിയേഷൻ എന്നുള്ള പദ്ധതി ഒരാളും അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എഫർട്ട് നടത്തുന്നില്ല. ആകെ അവിടെ ചില ബിസിനസ്സുകാർ ഫോർ എ വീക്ക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ പോയേക്കുന്നവരുണ്ടെങ്കിൽ അവർ പണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ബാക്കി അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇതൊരു പ്രശ്നമേ ആയിട്ട് ഭവിച്ചിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ അവിടെ താമസിക്കുന്ന ചിലർ പറയണത്, ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് 10 വർഷമായി, ഈ 10 വർഷത്തിനുള്ളിൽ കണ്ടേക്കുന്നതിൽ ഏറ്റവും ഭീകരമായ ആക്രമണമായിരുന്നത്. പക്ഷേ വി ആർ യൂസ് ടു സച്ച് തിങ്സ്, ഇങ്ങനെ മിസൈൽ അറ്റാക്സ്, സൈറൻസ്, ബങ്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുതുമയുള്ള കാര്യമൊന്നുമില്ല. പിന്നെ ഇത്രയും വലിയ ആക്രമണമാണ് 10 വർഷത്തിനുള്ളിൽ ഇത്രയും വലിയ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും ഒരാൾ പോലും മരിച്ചിട്ടില്ല ഇത്രയും വലിയ ആക്രമണം നടന്നിട്ട്. അപ്പോൾ ഇതിലൊക്കെ ഇത്രേ കാര്യമുള്ളൂ. ഈ
നമുക്കറിയാമല്ലോ, വെറുതെ ആൾക്കാർ വെറുതെ നടക്കുന്നവനെ വണ്ടി ഇടിച്ച് ചാവണം, അത് അത്രയും പോലും അതിൽ സംഭവിച്ചിട്ടില്ല. കാരണം ഒരു ആക്രമണത്തിന്റെ സൂചന ലഭിക്കുമ്പോൾ തന്നെ അവർ കൃത്യമായിട്ട് അലാം കൊടുക്കുന്നു, മെസ്സേജ് കൊടുക്കുന്നു, അല്ലെ നിങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിൽ മാറണമെന്നൊക്കെ ഇസ്രായേൽ മെസ്സേജ് കൊടുക്കുന്നു. അതെ അതെ, അതുകൊണ്ട് പൊതുജനങ്ങൾ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ്, അവർക്ക് ദേ ആർ നോട്ട് വറീഡ്. പിന്നെ ഒരു അധികം നമ്മുടെ ഇവിടുന്ന് പോയിരിക്കുന്ന ഒരു കുറേ പേരൊക്കെ കെയർ ഗിവർ എന്നും പറഞ്ഞ് വയസ്സായ ആൾക്കാരെയൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു കെയർ ഗിവറിൻ്റെ നോക്കിയിരുന്ന ആ ലേഡി വളരെ പ്രായം ചെന്നതായിരുന്നു. ആ ലേഡിയെ ബങ്കറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതോടുകൂടി ചിലപ്പോൾ പ്രശ്നമാവും, അത്രയും പ്രായമുള്ള ആളാണ്. അപ്പോൾ അവിടെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരു സ്ഥലത്ത് അവിടെ കിടത്തിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത്, വേറെ ഒന്നും അതുകൊണ്ട് പ്രശ്നവും ഉണ്ടായില്ല. പിന്നെ ടൂറിസ്റ്റുകൾ വരുന്നത് പോകുന്നതൊക്കെ അതങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഇവിടെ ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്ന ഒരാൾ പറഞ്ഞിരിക്കുന്നത്, ഇന്നലെ പോലും ജോർഡനിൽ നിന്നൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അവരിവിടെ വേറെ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നമില്ലാതെ അവർ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ അവരുടെ ഐറ്റിനറി യാത്രാക്രമത്തിലൊന്നും ഒരു മാറ്റം വരുത്താനോ എല്ലാം ക്യാൻസൽ ചെയ്ത് ഓടിപ്പോകാനൊന്നും ആരും ശ്രമിക്കുന്നില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ ഒരാൾ അവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ എന്തോ പ്രസിഡൻറ്റോ മറ്റോ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ വാർത്ത കേൾക്കുമ്പോൾ ഐ വാസ് ഡ്രൈവിങ് എ വെഹിക്കിൾ, പക്ഷേ ഞാനത് അവിടെ നിർത്തി പുറത്തിറങ്ങിയിരുന്നു. വേറെ അത് വന്നതൊക്കെ ഒരുവിധമൊക്കെ ഇസ്രായേൽ തട്ടി അകറ്റി വിട്ടു, ഒരു പ്രശ്നവും അതുകൊണ്ടും ഉണ്ടായില്ല. പിന്നെ ബീർഷേബ എന്ന് പറയുന്ന സ്ഥലത്ത് മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ഉണ്ട് ഒരാൾ, ഒരു റിച്ചൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ആർക്കും ഒരു പാനിക്കുമില്ല. ഇപ്പോൾ പാനിക്ക് ആകുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ചില ആൾക്കാരുണ്ട്, പുതിയതായിട്ട് ഇപ്പോൾ ഈ വർഷം അപ്പോയിൻമെൻറ്റ് കിട്ടി അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മാത്രമേ ഈ പറയുന്ന പാനിക്കൊക്കെ ഉള്ളൂ. കാരണം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംഭവിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇസ്രായേൽ നോക്കിക്കോളും. ഇസ്രായേൽ അതിനുള്ള റെസ്പോൺസിബിലിറ്റിയും അതിനുള്ള നന്മയുള്ള ഒരു രാജ്യമാണെന്നാണ് പറയുന്നത്. പിന്നെ വേറെ അവിടുത്തെ ആൾക്കാർക്ക് വേറൊരു പാനിക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന് ഈ കെയർ ഗിവർ നേഴ്സൊക്കെ ആയിട്ട് എടുക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമായിരുന്നു കേരളം. അതെ, മലയാളിയുടെ. പക്ഷേ ഇപ്പോൾ ഒരു 15,000 പേരെ മറ്റോ പുതിയ ജോലികളിലേക്ക് റിക്രൂട്ട് ചെയ്തു. അല്ല സാർ, അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സാർ നേരത്തെ പറഞ്ഞാൽ സൗമ്യയുടെ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ അംബാസഡർ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ വരുമ്പോൾ ഈ കേരളത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ആളുകൾ പാലസ്തീന് പരസ്യമായി സപ്പോർട്ട് ചെയ്തിട്ട് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി വലിയ പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആളുകളുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാര്യം ആയതുകൊണ്ട് അവരത് വീക്ഷിച്ചു. ഇപ്പം ഈ ഗാസയിൽ ഉൾപ്പെടെ ഈ തകർന്നുപോയ കെട്ടിടങ്ങളൊക്കെ പുനർനിർമ്മിക്കുക, അതൊക്കെ മാറ്റിയിട്ട് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക, പുതിയ ബിൽഡിംഗ് പണിയുക. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ ഏതാണ്ട് 5,000-നും 10,000-നും ഇടയ്ക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തു. ഈ റിക്രൂട്ട് ചെയ്യുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ആളുകൾ അതിനകത്ത് പോകും. ഇപ്പം മേശ്ശേരി പണി അല്ലെങ്കിൽ ഇഷ്ടിക നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത്തരം പണിയിലൊക്കെ വന്നപ്പോൾ ഇന്ത്യ പറഞ്ഞത് വെയിറ്റ് ചെയ്യുക, അവിടുത്തെ സംഘർഷാവസ്ഥ ഒന്ന് കുറയട്ടെ, എന്നിട്ട് നമുക്ക് വിസ തരാമെന്നൊക്കെയാണ്. ഇപ്പം വിസ കൊടുക്കുന്ന സമയമായപ്പോൾ അവർ കൃത്യമായിട്ട് കേരളത്തിൽ നിന്നുള്ള 15,000-ഓളം മലയാളികളുടെ അപേക്ഷ റിജക്റ്റ് ചെയ്തു. അപ്പം മലയാളികളെ അവർക്ക് വേണ്ട എന്നുള്ള ഒരു സന്ദേശം പ്രത്യക്ഷമായും പരോക്ഷമായും ഇസ്രായേൽ തരികയാണ്. അപ്പം നമ്മുടെ നാട്ടിലെ കുറച്ച് മലയാളികളെ വേണം എന്നായിരുന്നു പണ്ടത്തെ, അതെ, ഇപ്പം വേണ്ട എന്ന്. അപ്പോൾ അതായത് അവിടെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉൾപ്പെടെ വലിയ വർക്ക് നടക്കുന്ന, ഒരുപാട് ജോലി സാധ്യതയുണ്ട്, വലിയ ശമ്പളം, വലിയ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ, ഇതൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഓഫർ ചെയ്യുമ്പോൾ അതിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നു മലയാളികൾ വേണ്ട എന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ ചെയ്ത ചില പ്രവൃത്തികൾക്ക് എല്ലാ മലയാളികളും ദുരിതം അനുഭവിക്കുന്നു. ഇപ്പം ഈ കെയർ ഗിവേഴ്സ് എന്ന് സാർ പറഞ്ഞില്ലേ, അപ്പോൾ ഈ കെയർ ഗിവേഴ്സിൽ തന്നെ ചില ആളുകളുടെ കോൺട്രാക്റ്റ് തീരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ കോൺട്രാക്റ്റ് പുതുക്കി കൊടുക്കും. ഇപ്പോൾ അങ്ങനെയല്ല പറയുന്നത്, കോൺട്രാക്റ്റ് തീർന്നു, ഇനി നിങ്ങൾ നാട്ടിലേക്ക് പൊക്കും, ഞങ്ങൾക്ക് അവരോട് പ്രത്യേകിച്ച് ഒരു വിരോധം ഉണ്ടായിട്ടില്ല, പക്ഷേ മലയാളിയുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിലും ചില ശ്രദ്ധകൾ പതിപ്പിച്ചില്ലെങ്കിൽ, മലയാളിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവിടെ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ അത് ജോലി ആവശ്യമുള്ള ആൾക്കാരുടെ അല്ല, ഇവിടെ കുറേ ഇവിടെ കുറച്ച് ചില പ്രത്യേക ആൾക്കാർ അല്ലേ, ശരിക്കും അവർക്കോ ഒരു ഗുണമില്ല. പിന്നെ ജോലിക്ക് പോയി കുടുംബം പുലർത്താനും അല്ലെങ്കിൽ ആ ഫാമിലി രക്ഷിക്കാനും ഒക്കെ പോകുന്നവരുടെ ഒരു ഉപജീവന മാർഗത്തെ തന്നെ തടസ്സപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനി അവിടെ ഓപ്പർച്യൂണിറ്റീസ് വരും. കാരണം ഇപ്പോൾ ഹിസ്ബുള്ളയെ തീർത്തു അല്ലെ ഹമാസിനെയൊക്കെ തീർത്ത് മൊത്തം വരുമ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ വടക്കൻ ഇസ്രായേൽ മേഖലയിൽ നിന്ന് പലായനം ചെയ്ത ആൾക്കാരെ ഞങ്ങൾ എന്തായാലും തിരിച്ചു കൊണ്ടുവരും. അത് ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത നിലപാട് കൂടിയാണ് സർക്കാരിൻ്റെ. ആ പ്രഖ്യാപിത നിലപാട് എന്ന് പറഞ്ഞാൽ ഇവരെ തിരിച്ചുകൊണ്ട് അവിടെ പാർപ്പിക്കണമെങ്കിൽ ഈ തകർന്ന കെട്ടിടങ്ങളൊക്കെ മാറ്റി പുതിയ ബിൽഡിങ്ങുകൾ വേണമല്ലോ, പുതിയ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കണം. അപ്പോൾ അതിനുള്ള എല്ലാ മേഖലയിലും തൊഴിലവസരങ്ങൾ വരുമ്പോൾ ഇന്ത്യക്കാരായ തൊഴിലാളികൾ അവർ സ്വീകരിക്കും.
സ്വീകരിക്കുന്നു, ഒപ്പം മലയാളികളായ ആളുകൾക്ക് വിസ വേണ്ട അല്ലെ നൽകണ്ട എന്ന് പറയുന്ന ഒരു നിലപാടെടുക്കുന്നു. ഒരു വിരോധാഭാസം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതായത് കേരളത്തിൽ ഉള്ളവർക്കും കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന അവിടുത്തെ തൊഴിലാളികൾക്കും ഇസ്രായേലിനെ പറ്റിയുള്ള ഇംപ്രഷനിൽ ഒരു കുറവും വന്നിട്ടില്ല. അതെ. പക്ഷേ ഇസ്രായേലിന് കേരളത്തെ പറ്റിയുള്ള ഇംപ്രഷനിൽ വ്യത്യാസം വന്നു. അതെ. അപ്പോൾ അതൊന്ന് പരിഹരിക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഭീകരവാദി നേതാക്കളെയൊക്കെ കൊല്ലുമ്പോൾ പോലും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാനറുമായിട്ട് ഒരു പ്രക്ഷോഭം നടത്തുന്നു അല്ലേ? ആ പ്രക്ഷോഭമൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്തെ ഡിജിറ്റൽ മീഡിയയുടെ കാലമല്ലേ, സോഷ്യൽ മീഡിയയിലൂടെ വളരെ പെട്ടെന്ന് അത് പ്രചരിക്കുന്നു, അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പോൾ നമ്മളുടെ കുറച്ച് മലയാളികൾ കുറച്ച് മലയാളികൾ കൂടി മറ്റു മലയാളികൾക്ക് കിട്ടുന്ന കഞ്ഞിയിൽ പാറ്റ ചാടിക്കുന്നു. അതെ അതെ അതെ. പക്ഷേ എന്തായാലും ഇപ്പോൾ ഇസ്രായേലിൽ ഉള്ള മലയാളികൾക്ക് എന്തായാലും പേടി കൂടാതെ ജീവിക്കാം അല്ലേ? അപ്പോൾ ഇസ്രായേലിൽ അവിടെ നിൽക്കുന്നവരൊക്കെ സുരക്ഷിതമായിട്ട് ജോലിയിൽ തുടരട്ടെ, ഇനി പ്രശ്നങ്ങളൊക്കെ ശാശ്വതമായി പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.